ഇത് നടപടിയാണ് കേസല്ല കേട്ടോ, ഇത് നടക്കൂല. എന്ത്? ഇനി മുതൽ വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ് വേണം, ഇല്ലെങ്കിൽ പിടിച്ചാൽ കിട്ടൂല. ഇതാണ് ഈ മാസത്തെ ക്രെഡിറ്റ് കാർഡ് ബില്ല്. ഇതെന്താ ഇത്ര ബില്ല് വന്നേ? എത്ര വന്ന് അതാണ് ഞാൻ ചോദിക്കണേ. വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ് ഇല്ല, അതന്നെ പ്രശ്നം. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ എന്തിനൊക്കെ എത്രയൊക്കെ ചിലവാക്കുന്നോ അതിൻ്റെയൊക്കെ ഒരു കൃത്യമായിട്ടുള്ളൊരു നോട്ട് നമ്മൾ റെഡിയാക്കണം. പ്ലാനിങ്ങിൻ്റെ ഒരു കുറവുകൊണ്ട് ഇനി ചിലവ് കൂടണ്ട, പ്ലാൻ ചെയ്യാം. റൂം റെന്റ്, പെട്രോള്, വീട്ടിലയക്കുന്നത്, അതിലൊന്നും അത്ര കുറയ്ക്കാനില്ല, കാര്യം അതൊക്കെ ഫിക്സ്ഡാണ്. പിന്നുള്ളത് ഗ്രോസറി, അതിൽ കുറച്ച് പിടിക്കാനുണ്ട്. നെയ്ച്ചോറിനും ബിരിയാണിക്കും ഡെക്കറേഷൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി വരെ വാങ്ങലില്ല. എന്തിന്? ഒരു ചെറുനാരങ്ങ പോലും വാങ്ങലില്ല. ഇനി ബാക്കിയുള്ള ഗ്രോസറി കുറച്ചിട്ട് എന്തിനാണ്? പട്ടിണി നടക്കാനോ? ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒരു ആഡംബരം തന്നെയാണ്, അതൊക്കെ എക്സ്ട്രാ ചിലവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതും. പിന്നെ നമ്മളെ വീട്ടിൽ നാരങ്ങ വാങ്ങുന്നത് ചിക്കൻ ഫ്രൈൻ്റെ മേലെ ഡെക്കറേഷൻ വെക്കാനല്ലേ, അത്ര ഡെക്കറേഷൻ ഒന്നും വേണ്ട. ആഡംബരം, ചെറുനാരങ്ങ ആഡംബരം അല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഈ മാസം ഷൂ വാങ്ങണ്ട എന്നുള്ളത്. അതേ കാര്യം ഈ മാസം അത്ര ബില്ല് വന്നത്. പിന്നെ ഞാൻ വെറും ഷോക്സ് മാത്രം നടക്കി. പിന്നെ ഫുഡിന് പിന്നെ ഫുഡ് തന്നെ വേണ്ടേ? ഞാൻ ഉദ്ദേശിച്ചത് പുറത്തുനിന്നുള്ള ഫുഡ്. ആഴ്ചയിൽ ആകെ 1-2 ദിവസമാണ് പുറത്തുനിന്ന് ഫുഡ് കഴിക്കല്ലേ. ഇനി അതും ഒഴിവാക്കണോ? വേണ്ട, അത് ഒഴിവാക്കണ്ട. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നല്ല ഫുഡ് കഴിക്കണ്ടേ. ഇതെന്തൊരു 129 റംസിൻ്റെ ഒരു കണക്ക്? ഇത് എൻ്റെ ലിസ്റ്റിൽ ഇല്ലാത്ത കേട്ടോ. അത് സൺസ്ക്രീൻ വാങ്ങിച്ചതാ. ഇതൊക്കെ വാങ്ങിച്ച് കൂട്ടാന്നല്ലാതെ ഇത് ഇടുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അതതിന് ഇട്ടാ കാണുന്ന സാധനമല്ല. ഇന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോ ടാൻ അടിക്കണ്ടെന്ന് പറഞ്ഞ മുഖത്ത് ഞാൻ തേച്ചെന്നില്ലേ, അതാണ്. അത് മസ്റ്റ് ഹാവ് ആണ്, അത് ഒഴിവാക്കണ്ട. അല്ല, ഇനി ഞാനൊന്ന് ബില്ല് നോക്കട്ടെ. ഇതിൽ വായിക്കാതെ കൊറേ മുക്കിയിട്ടുണ്ടല്ലോ. അതെന്റെ മസ്റ്റ് ഹാവ് ആണ്. ഇതെന്തൊരു സബൂഫർ, അതൊരു മസ്റ്റ് ഹാവ് ആണ്. നമ്മൾ വണ്ടിന്റെ ഉള്ളിൽ കുലുക്കം മുട്ടൊക്കെ വേണ്ടേ? വീട്ടിൽ ഓൾറെഡി കുലുക്കവും മുട്ടുമാണ്, ഇനി വണ്ടിയിലും വേണം. വേറെ ഇപ്പം എന്താ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത്? ക്രെഡിറ്റ് കാർഡ് അങ്ങോട്ട് ഒഴിവാക്കുക, എന്നിട്ട് ലിക്വിഡ് മണി വെക്കുക, ചെലവാക്കുക. അപ്പൊ പേഴ്സിന്റെ കട്ടി ഇങ്ങനെ കുറയുമ്പം മനസ്സിന്റെ കട്ടി ഇങ്ങനെ കൂടിക്കോളും. അങ്ങനെ ചെയ്യാം. പക്ഷെ ഇപ്പോഴത്തെ മനസ്സിന്റെ കട്ടി കുറക്കുക എന്താ ചെയ്യുക? എന്താ വീട്ടിൽ കഴിക്കാറില്ലേ? വീട്ടില് ചോറും കറിയുണ്ട്, ഇന്നലത്തെ ബിരിയാണി ഉണ്ട്, മിഞ്ഞാന്നത്തെ മന്തി ഉണ്ട്, ചൂടാക്കിയാൽ മതി. എന്നാൽ നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും കനത്തിൽ കഴിച്ചിട്ട് ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യാം.